എറണാകുളം ആലുവയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിൽ ബസ്സിലെ 10-ലധികം പേർക്ക് പരിക്കേറ്റു. ആര്യ വിനോദ് വിശദാംശങ്ങൾ നൽകും. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 10-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. ആര്യ വിനോദ് ചേരുന്നു. ആര്യ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഈ 10 പേരുടെ പരിക്ക് ഗുരുതരമായ പരിക്കുകളാണോ? ഇപ്പോൾ 10ഓളം പേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയായിരുന്നു. ഇവരുടെ പരിക്കുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ആലുവ എടത്തലയിലാണ് ഈ ഒരു ബസ്സും ടോറസ് ലോറിയും കൂടി കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടാകുന്നത്. ആലുവയിൽ നിന്നും പൂക്കാട്ടുപടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സെന്റ് തോമസ് എന്ന ബസ്സാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ആലുവ ഭാഗത്ത് നിന്ന് വരികയായിരുന്നു ടോറസ് ലോറി. അങ്ങനെ ലോറിയും ബസ്സും കൂടെ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളടക്കം ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഉച്ചയ്ക്ക് 2:30 കൂടിയായിരുന്നു ഈ ഒരു അപകടം നടന്നത്. ആശുപത്രിയിൽ ഇപ്പോൾ 15ഓളം പേരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, ആര്യ വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ അപകടത്തിൽ എൻ്റെ ദൃക്സാക്ഷിയായ അമീൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അമീൻ, സ്വാഭാവികമായും വലിയൊരു ഞെട്ടലുണ്ടാകും. കാരണം ഒരു വലിയ അപകടമാണ് സംഭവിച്ചത്. ഇതിൽ പെട്ടുപോയവരെയൊക്കെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു. പുറകെ വന്ന കാറുകളിലും വണ്ടികളിലും ഇട്ട ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു. ആംബുലൻസ് 108ലേക്ക് വിളിച്ച് ഫോൺ ചെയ്തിരുന്നു. ആംബുലൻസ് എത്തുമ്പോഴേക്ക് ആളുകളെ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിച്ചിരുന്നു എല്ലാവരും. യെസ്, എന്താണ് ആ സമയം എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? അപകടം ഒരു ടോറസ് ലോറിയും ഒരു ബസ്സും പരസ്പരം കൂട്ടിയിടിച്ചാണ്. ബസ്സിന്റെ സൈഡിലാണ് ഒന്ന് ഇടിച്ചത്. അങ്ങനെ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. യെസ്, ശരി, നന്ദി അമീൻ പ്രതികരിച്ചതിന്. എന്തായാലും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു.